ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെവലപ്മെൻറ്റ് ബയോളജിയുടെ രണ്ടാമത്തെ ഭാഗമാണ്. ക്ലീവേജ് അല്ലെങ്കിൽ വിദളനം എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ക്ലീവേജ് അല്ലെങ്കിൽ വിദളനം. ക്ലീവേജ് എന്ന് പറഞ്ഞാൽ സിക്താണ്ഡത്തിൻ്റെ തുടർച്ചയായ വിഭജനം. അത് ക്രമഭംഗമാണ് ഇവിടെ നടക്കുന്നത്. മൈറ്റോട്ടിക് ഡിവിഷനാണ് ഇവിടെ നടക്കുന്നത്. സിക്താണ്ഡം അതായത് സൈഗോട്ടിൻ്റെ ക്രമമായ വിഭജനത്തിനെയാണ് എന്ത് പറയുന്നത്? ക്ലീവേജ് എന്ന് പറയുന്നത്. സൈഗോട്ട് ക്രമമായി വിഭജിച്ചതിന് ശേഷം രൂപപ്പെടുന്നതാണ് ബ്ലാസ്റ്റോമിയറുകൾ അല്ലെങ്കിൽ വിദളന കോശങ്ങൾ എന്ന് പറയും. അപ്പോൾ ക്ലീവേജ് എന്ന് പറയുന്നത് എന്താണ്? സിക്താണ്ഡത്തിന്റെ തുടർച്ചയായിട്ടുള്ള വിഭജനമാണ്. ഇതിവിടെ നടക്കുന്നത് മൈറ്റോട്ടിക് ഡിവിഷനാണ് നടക്കുന്നത്. അപ്പോൾ സിക്താണ്ഡം വിഭജിച്ച് ബ്ലാസ്റ്റോമിയർ ആകുന്നത് പല സ്റ്റെപ്പ്, അതായത് പല സ്റ്റേജസുകളിലൂടെയാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. സിക്താണ്ഡത്തിന്റെ വിഭജനം എന്ന് പറയുന്നത്, സിക്താണ്ഡം ഇസ് എ സിംഗിൾ സെൽഡ് സ്റ്റേജ് ആണ്. ഇത് മൈറ്റോട്ടിക് ഡിവിഷൻ സംബന്ധിച്ചത് ക്ലീവേജ് സംഭവിച്ച് 2 സെൽഡ് സ്റ്റേജ് ആവുന്നു. വീണ്ടും ഈ 2 സെൽഡ് സ്റ്റേജിന് ക്ലീവേജ് സംഭവിച്ചിട്ട് 4 സെൽഡ് സ്റ്റേജ്. വീണ്ടും ഇവിടെയൊക്കെ നടക്കുന്നത് മൈറ്റോട്ടിക് ഡിവിഷൻ ആണ്. വീണ്ടും ഈ സെല്ലുകൾക്ക് വീണ്ടും ഡിവിഷൻ സംഭവിച്ച് എന്താണ്? 8 സെൽഡ് സ്റ്റേജ്. ഈ 8 സെൽഡ് സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയുക? ബ്ലാസ്റ്റോമിയർ എന്ന് പറയുന്നത്. അപ്പോൾ 8 സെൽഡ് സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇതേപോലെ ബ്ലാസ്റ്റോമിയർ എന്ന് പറയും. 8 സെൽഡ് സ്റ്റേജ് ബ്ലാസ്റ്റോമിയർ എന്ന് പറയും. ഈ ബ്ലാസ്റ്റോമിയറിന് വീണ്ടും എന്ത് സംഭവിക്കും? ഡിവിഷൻ സംഭവിക്കുന്നു. അതിനുശേഷം അത് 16 സെൽഡ് സ്റ്റേജ്. ആ ഒരു 16 സെൽഡ് സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയുക? മോറുല എന്ന് പറയും. 16 സെൽഡ് സ്റ്റേജ് ആണ് മോറുല എന്ന് പറയും. 16 സെൽഡ് സ്റ്റേജ്, അതായത് സെല്ലുകൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നു. അതായത് 16 സെല്ലുകൾ ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. 16 സെൽഡ് സ്റ്റേജ് ഫോം ചെയ്യുന്നു. ഇതേപോലെ സെല്ലുകൾ അറേഞ്ച് ചെയ്ത് വെക്കും. ഇങ്ങനെ 16 സെൽഡ് സ്റ്റേജ് ഫോം ചെയ്യുന്നു. ഇതിനെയാണ് മോറുല എന്ന് പറയുന്നത്. ഇതിനെ കവർ ചെയ്ത് എന്ത് കാണുന്നുണ്ട്? ഇതിനെ കവർ ചെയ്തിട്ട് കാണപ്പെടുന്നതാണ് സോണ പെല്യൂസിഡ എന്ന് പറയും. ഇത് പിന്നീട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതിനുശേഷം അതെന്തായിട്ട് കൺവേർട്ട് ചെയ്തു? അത് ഈ 2 ടൈപ്പ് സെല്ലുകളായിട്ട് മാറുന്നു. അതായത് 16 സെൽഡ് സ്റ്റേജ് എന്ന് വെച്ചാൽ ഇന്നർ സെല്ലുകളും ഇന്നർ മാസ് ഓഫ് സെൽസും ഔട്ടർ മാസ് ഓഫ് സെൽസും ആയിട്ടാണ് മാറുന്നത്. ഈ ഇന്നർ മാസ് ഓഫ് സെൽസ് നേരെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? എംബ്രിയോ ആയിട്ട് ഫോം ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അതുപോലെ തന്നെ ഇതിനകത്തൊരു എന്താണ്? ബ്ലാസ്റ്റോസിൽ ഒരു ക്യാവിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. ഇതാണ് എംബ്രിയോ. ഇന്നർ മാസ് ഓഫ് സെൽസ്, അതായത് ഈ 16 സെൽഡ് സ്റ്റേജ് എന്താണ്? അത് 2 തരത്തിലുള്ള സെൽസ്. ഇന്നർ മാസ് ഓഫ് സെൽസും ഉണ്ട്, ഔട്ടർ മാസ് ഓഫ് സെല്ലും ഫോം ചെയ്യുന്നുണ്ട്. ഈ ഇന്നർ മാസ് ഓഫ് സെൽസ് നേരെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? എംബ്രിയോ ആയിട്ട് മാറും. ഔട്ടർ മാസ് ഓഫ് സെൽസ് ഈ എംബ്രിയോയ്ക്ക് നറിഷ്മെന്റ് കൊടുക്കുന്ന ഈ ഔട്ടർ മാസ് ഓഫ് സെൽസ് ട്രോഫോബ്ലാസ്റ്റ് ആയിട്ട് മാറും. ഈ ട്രോഫോബ്ലാസ്റ്റ് എന്ന് വെച്ചാൽ ഔട്ടറിൽ ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കും. ഇന്നർ മാസ് ഓഫ് സെൽസ് ആണ് എംബ്രിയോ ആയിട്ട് മാറും. ഇതിനകത്തൊരു ക്യാവിറ്റി ഫോം ചെയ്യുന്നുണ്ട്. അതാണ് ബ്ലാസ്റ്റോസീൽ എന്ന് പറയുന്നത്. ഇതാണ് സൈഗോട്ടിലെ ഡിവിഷൻ എന്ന് പറയുന്നത്. ഇനി ക്ലീവേജ് എന്ന് പറയുന്നത് 2 ടൈപ്സ് ആണ് ക്ലീവേജ് ഉള്ളത്. ഒന്ന് ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ്, മറ്റൊന്ന് മീറോബ്ലാസ്റ്റിക് ക്ലീവേജ്. ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് എന്ന് വെച്ചാൽ പൂർണ്ണ വിതരണം, അതായത് കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഡിവിഷൻ സംഭവിക്കുന്നു, ക്ലീവേജ് സംഭവിക്കുന്നു. മീറോബ്ലാസ്റ്റിക് ക്ലീവേജ് ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് ക്ലീവേജ് സംഭവിക്കുന്നത്. ഇനി ഈ ക്ലീവേജ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ യോക്കിൻ്റെ ബേസിലാണ് ക്ലീവേജ് സംഭവിക്കുന്നത്. യോക്കിൻ്റെ ബേസ്, യോക്ക് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഗ്ഗിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ അതെങ്ങനെയാണ് ഈ ഒരു യോക്ക് അറേഞ്ച്മെൻറ്റ്, എഗ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഗ്ഗ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് എന്നും മീറോബ്ലാസ്റ്റിക് ക്ലീവേജ് എന്നും 2 ടൈപ്സ് ഓഫ് ക്ലീവേജ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ്, അതായത് പൂർണ്ണ വിദളനമാണ്. ഈ സിക്താണ്ഡം അല്ലെങ്കിൽ സൈഗോട്ട് പൂർണ്ണമായിട്ടും വിഭജിച്ചിട്ട് ബ്ലാസ്റ്റോമിയർ ആയിട്ട് മാറുന്നു. അപ്പോൾ മീറോബ്ലാസ്റ്റിക് ക്ലീവേജ് എന്ന് വെച്ചാൽ എന്താണ്? സിക്താണ്ഡം അപൂർണ്ണ വിഭജനമാണ്, പൂർണ്ണമായിട്ടും വിഭജിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അതിൽ എഗ്ഗ് വലിയ എന്താണ് മാക്രോലിസിത്തലായിട്ടുള്ള എഗ്ഗ്, നമ്മൾ എഗ്ഗിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കും മൈക്രോലിസിത്തൽ, ഐസോലിസിത്തൽ, മാക്രോലിസിത്തലൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ വ്യക്തമായിട്ട് പറയും എന്താണ് മാക്രോലിസിത്തൽ എന്ന്. അപ്പം ധാരാളം യോക്കുള്ള സെല്ലുകളിലാണ് എന്ത് നടക്കുന്നത്? മീറോബ്ലാസ്റ്റിക് ക്ലീവേജ് നടക്കുന്നത്. എന്നാൽ യോക്ക് വളരെ കുറവുള്ള എഗ്ഗുകളിലാണ് എന്ത് നടക്കുന്നത്? ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് നടക്കുന്നത്.
ഇനി എന്താണ് ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് സിക്താണ്ഡം പൂർണ്ണമായിട്ടും വിഭജിച്ച് എന്തായിട്ട് മാറുന്നുണ്ട്, ബ്ലാസ്റ്റോമിയറായിട്ട് ഇവിടെ മാറുന്നുണ്ട്. അപ്പോൾ അത് തന്നെ രണ്ട് തരത്തിലുണ്ട്. ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് തന്നെ രണ്ട് തരത്തിലുണ്ട്. ഹോളോബ്ലാസ്റ്റിക് സമവിതളനം, അതായത് ഒരേപോലെയുള്ള വിതളനവും ഹോളോബ്ലാസ്റ്റിക് അസമ വിതളനവും. അപ്പോൾ ഹോളോബ്ലാസ്റ്റിക് സമവിതളനം എന്ന് പറയുന്നത് ഐസോലെസിത്തൽ എഗ്ഗുകളിലാണ് ഹോളോബ്ലാസ്റ്റിക് സമവിതളനം നടക്കുന്നത്. ഹോളോബ്ലാസ്റ്റിക് സമവിതളനമുണ്ട്, ഹോളോബ്ലാസ്റ്റിക് അസമ വിതളനമുണ്ട്. അതായത് ഐസോലെസിത്തൽ എഗ്ഗ് എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള വിഭജനം, അതായത് ഐസോലെസിത്തൽ എഗ്ഗാണ്. അപ്പോൾ അവിടെ നമുക്ക് ഐസോലെസിത്തൽ എഗ്ഗിൽ ഹോളോബ്ലാസ്റ്റിക് റേഡിയൽ, ഹോളോബ്ലാസ്റ്റിക് സ്പൈറൽ, ഹോളോബ്ലാസ്റ്റിക് ബയലാട്രൽ, ഹോളോബ്ലാസ്റ്റിക് റൊട്ടേഷൻ ഇത്തരത്തിലാണ് ഡിവിഷനാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഐസോലെസിത്തൽ, അപ്പോൾ ഹോളോബ്ലാസ്റ്റിക് സമവിതളനം ഇത് നടക്കുന്നത് ഈക്വൽ ക്ലീവേജ് ആണ്, അതായത് ഒരേപോലെയുള്ള, അത് ഐസോലെസിത്തൽ എഗ്ഗിലാണ് നടക്കുന്നത്. അപ്പോൾ എഗ്ഗ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഐസോലെസിത്തൽ അതാണ് ഒന്നാമത് ഐസോലെസിത്തൽ എഗ്ഗ്. അതിൽ നടക്കുന്നത് ഹോളോബ്ലാസ്റ്റിക് റേഡിയൽ, അത് നടക്കുന്ന എക്കിനോഡോംസിലാണ് ഹോളോബ്ലാസ്റ്റിക് റേഡിയൽ ടൈപ്പ് ക്ലീവേജ് നടക്കുന്നത്. എന്നാൽ ഹോളോബ്ലാസ്റ്റിക് സ്പൈറൽ ക്ലീവേജ് നടക്കുന്നത് അന്നലിഡ്സിലാണ്. ഹോളോബ്ലാസ്റ്റിക് ബയലാട്രൽ ക്ലീവേജ് നടക്കുന്നത് ട്യൂണിക്കേറ്റ്സിലും, ഹോളോബ്ലാസ്റ്റിക് റൊട്ടേഷണൽ ക്ലീവേജ് നടക്കുന്നത് മാമ്മൽസിലും അതുപോലെ നെമറ്റോഡ്സിലും ഹോളോബ്ലാസ്റ്റിക് റൊട്ടേഷണൽ ക്ലീവേജ് ആണ് നടക്കുന്നത്. എന്നാൽ ഹോളോബ്ലാസ്റ്റിക് സമവിതളനമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ഹോളോബ്ലാസ്റ്റിക് അസമവിതളനം നടക്കുന്നത് മീസോലെസിത്തൽ എഗ്ഗിലാണ്. ഇവിടെ നടക്കുന്നത് ഹോളോബ്ലാസ്റ്റിക് അസമവിതളനമാണ് നടക്കുന്നത്. റേഡിയലായിട്ട് മീസോലെസിത്തൽ എഗ്ഗിൽ റേഡിയലായിട്ട് നടക്കുന്നുണ്ട് വിഭജനം, അത് ആംഫിയോക്സിസിലാണ്. ഈ ഒരു ഹോളോബ്ലാസ്റ്റിക് വിതളനം നടക്കുന്നത് തവളയിലും അതുപോലെ ആംഫിയോക്സിസിലും ഒക്കെ ഹോളോബ്ലാസ്റ്റിക് വിതളനം വെച്ചാൽ ഒരേപോലെ അല്ല ഒരു അയോന്റെ ഡിവിഷൻ ക്ലീവേജ് സംഭവിക്കുന്നതാണ്. മീസോലെസിത്തൽ എഗ്ഗിലാണ് അത് സംഭവിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് ആണ്. നെക്സ്റ്റ് മീറോബ്ലാസ്റ്റിക് ക്ലീവേജ് ആണ്. മീറോബ്ലാസ്റ്റിക് ക്ലീവേജ് എന്ന് പറഞ്ഞാൽ, മീറോബ്ലാസ്റ്റിക് വിതളനം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ സിക്താണ്ഡത്തിൻ്റെ അപൂർണമായിട്ടുള്ള വിഭജനമാണ്. പൂർണ്ണമായിട്ട് നമ്മൾ ഹോളോബ്ലാസ്റ്റിക് എന്ന് പറയുന്ന അപൂർണമായിട്ടുള്ള വിഭജനമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് നമ്മൾ പറഞ്ഞു ധാരാളം യോക്ക് ധാരാളമുള്ള മാക്രോലിസിത്തൽ എഗ്ഗിലാണ്. മൈക്രോലിസിത്തൽ എഗ്ഗ് ഉണ്ട്, മാക്രോലിസിത്തൽ എഗ്ഗ് ഉണ്ട്. അപ്പോൾ ധാരാളം യോക്കുള്ള മാക്രോലിസിത്തൽ എഗ്ഗുകളിലാണ് ഈ ഒരു മീറോബ്ലാസ്റ്റിക് ക്ലീവേജ് കാണപ്പെടുന്നത്. ഈ മീറോബ്ലാസ്റ്റിക് ക്ലീവേജ് രണ്ട് തരത്തിലാണ്. മീറോബ്ലാസ്റ്റിക് ക്ലീവേജ് രണ്ട് തരത്തിലാണുള്ളത്. ഫസ്റ്റ് വൺ ഡിസ്കോയ്ഡ് ക്ലീവേജ്, അതുപോലെ ഫസ്റ്റ് വൺ ആണ് ഡിസ്കോയ്ഡ് ക്ലീവേജ്, സെക്കൻഡ് വൺ ആണ് സൂപ്പർഫിഷ്യൽ ക്ലീവേജ് എന്ന് പറയുന്നത്. ഈ ഡിസ്കോയ്ഡ് ക്ലീവേജ് മാക്രോലിസിത്തൽ എഗ്ഗുകളിലും അതുപോലെ ടീലോലിസിത്തൽ എഗ്ഗുകളിലും നടക്കാറുണ്ട്. എക്സാമ്പിൾ ആണ് പക്ഷികളിൽ, ബേർഡ്സിൽ നടക്കുന്നത് ഡിസ്കോയ്ഡ് ക്ലീവേജ് ആണ്. അവരുടെ എഗ്ഗിൽ നടക്കുന്ന ക്ലീവേജ് ഡിസ്കോയ്ഡ് ക്ലീവേജ് ആണ്. സൂപ്പർഫിഷ്യൽ ക്ലീവേജ് എന്ന് പറഞ്ഞാൽ സെൻട്രോലിസിത്തൽ ക്ലീവേജ് എഗ്ഗുകളാണ് സംഭവിക്കുന്നത്. അപ്പോൾ സൂപ്പർഫിഷ്യൽ ക്ലീവേജ് നടക്കുന്നത് സെൻട്രോലിസിത്തൽ എഗ്ഗിലാണ് സംഭവിക്കുന്നത്. ഇവിടെ അണ്ടങ്ങളിൽ യോക്കിന് വിഭജനം സംഭവിക്കുന്നില്ല. ഉദാഹരണം ഇൻസെക്ട്സ്, ഷഡ്പദങ്ങളാണ് ഉദാഹരണം പറയുന്നത്. ഈ നെക്സ്റ്റ് നമുക്ക് നോക്കാം, ടീലോലിസിത്തൽ ഉണ്ട്, സെൻട്രോലിസിത്തൽ എഗ്ഗ്. ഇത് രണ്ട് ടൈപ്സ് ഓഫ് എഗ്ഗ് ആണ്. അതായത് നമ്മൾ അവിടെ പറഞ്ഞു ഐസോലിസിത്തൽ എഗ്ഗിലും മീസോലിസിത്തൽ എഗ്ഗിലുമാണ് എന്ത് നടക്കുന്നത്, ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് നടക്കുന്നത്. എന്നാൽ ടീലോലിസിത്തൽ എഗ്ഗിലും സെൻട്രോലിസിത്തൽ എഗ്ഗിലും നടക്കുന്നത് എന്താണ്, മീറോബ്ലാസ്റ്റിക് ക്ലീവേജ് ആണ് നടക്കുന്നത്. അതായത് നമ്മളിവിടെ പറഞ്ഞു ടീലോലിസിത്തൽ എഗ്ഗിലും സെൻട്രോലിസിത്തൽ എഗ്ഗിലുമാണ് എന്ത് നടക്കുന്നത്, ഈ ഒരു മീറോബ്ലാസ്റ്റിക് ക്ലീവേജ്. അത് എടുത്ത് ഒന്നും കൂടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ടീലോലിസിത്തൽ എഗ്ഗിൽ രണ്ട് തരത്തിലുള്ള ബയലാട്രലും ഡിസ്കോയിഡും ഉണ്ട്. ബയലാട്രൽ ക്ലീവേജും ഉണ്ട്, ഡിസ്കോയിഡ് ക്ലീവേജും ഉണ്ട്. അത് ഈ ടീലോലിസിത്തൽ ബയലാട്രൽ ക്ലീവേജ് നടക്കുന്നത് സെഫലോപോഡ്സിലും മൊളസ്കുകളിലുമാണ്. ഇനി ടീലോലിസിത്തൽ ഡിസ്കോയിഡ് നടക്കുന്നത് ഫിഷസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ് എന്നിവയാണ് നടക്കുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് എഗ്ഗാണ് സെൻട്രോലിസിത്തൽ എഗ്ഗ്. അത് നമ്മൾ പറഞ്ഞു ഇൻസെക്ട്സ്, ഷഡ്പദങ്ങളിൽ സെൻട്രോലിസിത്തൽ സൂപ്പർഫിഷ്യൽ ഡിവിഷനാണ് ഇവിടെ. സെൻട്രോലിസിത്തൽ എഗ്ഗുകളിൽ സൂപ്പർഫിഷ്യൽ ഡിവിഷൻ നടക്കുന്നതാണ് ഇൻസെക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് എഗ്സിൽ മാത്രമേ മീറോബ്ലാസ്റ്റിക് ക്ലീവേജ് നടക്കുന്നുള്ളൂ. ടീലോലിസിത്തൽ എഗ്ഗിലും സെൻട്രോലിസിത്തൽ എഗ്ഗിലും മാത്രമാണ് മീറോബ്ലാസ്റ്റിക് ക്ലീവേജ് നടക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ഐസോലിസിത്തൽ എഗ്ഗിലും മീസോലിസിത്തൽ എഗ്ഗിലും നടക്കുന്നത് ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് ആണ് നടക്കുന്നത്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ മീറോബ്ലാസ്റ്റിക് ആൻഡ് ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ്. മീറോബ്ലാസ്റ്റിക് ക്ലീവേജും ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് ഇവിടെ നോക്കാം. മീറോബ്ലാസ്റ്റിക് ക്ലീവേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്,
ഒരു ദ ക്ലീവേജ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു എ സ്മാൾ ഡിസ്കോർഡൽ ഏരിയ. ഒരു ചെറിയ ഏരിയയിൽ മാത്രമാണ് ഈ മീറോബ്ലാസ്റ്റിക് ക്ലീവേജ് എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് ഇവിടെ ഡിവിഷൻ നടക്കുന്നില്ല, ക്ലീവേജ് നടക്കുന്നില്ല. അതായത് ഇത് കൂടുതലും നടക്കുന്നതാണ് ലാർജ് എന്താണ് ഏരിയ ഓഫ് ദ എഗ് ഓൺ ഇറ്റ്സ് ലാർജ് യോക്ക് മാസ്. ലാർജ് യോക്കുള്ള സെല്ലുകളിലാണ്, നമ്മൾ മാക്രോലിസിത്തലായിട്ടുള്ള എഗ്ഗുകളിലാണ് എന്ത് നടക്കുന്നത്, മീറോബ്ലാസ്റ്റിക് ക്ലീവേജ് നടക്കുന്നതെന്ന് പറഞ്ഞു. ഇനി ഇതെന്ന് പറയുന്നത് ഒരു ഇൻകംപ്ലീറ്റ് ആണ്, ഇത് ഇൻകംപ്ലീറ്റ് ആണ്. എന്നാൽ ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഫറോസ് ക്ലീവേജ് ഫറോസ് എക്സ്റ്റെൻഡ് ദ എൻറ്റയർ എഗ്, ഫുൾ എഗ്ഗിലും എന്ത് നടക്കുന്നുണ്ട്, ക്ലീവേജ് സംഭവിക്കുന്നു. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കംപ്ലീറ്റ് ആണ്. ഇവിടെ ഇൻകംപ്ലീറ്റ് ആണ്, ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും നടക്കുന്നുണ്ട്. ഇവിടെ യോക്കിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ നടക്കുന്നുള്ളൂ, ഇവിടെ ഫുള്ളി യോക്കിൽ എന്ത് നടക്കുന്നു, ക്ലീവേജ് നടക്കുന്നുണ്ട്. ദിസ് അക്കേഴ്സ് 2 ടൈപ്സ് ഓഫ് എഗ്. ഇത് 2 ടൈപ്പ് എഗ്ഗിൽ മാത്രമേ നടക്കുന്നുള്ളൂ. നമ്മൾ പറഞ്ഞു ടീലോളിസത്തിൽ എഗ്ഗിലും സെൻട്രോളിസത്തിൽ എഗ്ഗിലും മാത്രമേ ഈ ഒരു ക്ലീവേജ് നടക്കുന്നുള്ളൂ. നെക്സ്റ്റ്, ദിസ് ടൈപ്പ് ഓഫ് ഒക്കേഴ്സ് ഇൻ 2 ടൈപ്സ് ഓഫ് എഗ്. ഇവിടെയും 2 ടൈപ്സിലാണ് എഗ്ഗിലാണ് നടക്കുന്നത്. ഐസോലിസത്തിൽ എഗ്ഗിലും മീസോലിസത്തിൽ എഗ്ഗിലുമാണ് ഈ ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് നടക്കുന്നത്. ഇനി മീറോബ്ലാസ്റ്റിക് ക്ലീവേജ് തന്നെ ഇത് എഗ്ഗിൻ്റെ ടൈപ്സാണ് നമ്മൾ പറയുന്നത്. 2 ടൈപ്പ് എഗ്സിലാണ് ഇത് നടക്കുന്നത്, ഇവിടെയും 2 ടൈപ്പ് എഗ്ഗിലാണ് നടക്കുന്നത്. ഇനി ഈ ക്ലീവേജ് 2 ടൈപ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ്, ഒന്ന് ബൈലാറ്ററൽ ക്ലീവേജ്, മറ്റൊന്ന് ഡിസ്കോർഡ് ക്ലീവേജ് എന്ന് പറയും. ബൈലാറ്ററൽ ക്ലീവേജും ഡിസ്കോർഡ് ക്ലീവേജ് എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിൽ 4 ടൈപ്സ് ഓഫ് ക്ലീവേജ്, അത് റേഡിയൽ ഉണ്ട്, സ്പൈറൽ, റൊട്ടേഷണൽ, ബൈലാറ്ററൽ, ഇങ്ങനെ 4 തരത്തിലാണ് ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് ഉള്ളത്. മീറോബ്ലാസ്റ്റിക് ക്ലീവേജ് 2 തരത്തിലേ ഉള്ളൂ. ഇനി എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ മീറോബ്ലാസ്റ്റിക് ക്ലീവേജ് നടക്കുന്ന ഓർഗാനിസംസ് ആണ് റെപ്റ്റൈൽസ്, ബേർഡ്സ്, ഇൻസെക്ട്സ്, മൊളസ്ക. ഇനി ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് നടക്കുന്നതിന് എക്സാമ്പിൾ എക്കിനോഡാംസ്, ആംഫിയോക്സിസ്, മാമൽസ്. നമ്മൾ ആംഫിയോക്സിസിൽ പറഞ്ഞു എന്താണ്, മീസോലിസത്തിൽ എഗ്ഗാണ് കാണപ്പെടുന്നത്. എക്നോഡംസ് അതുപോലെ ആംഫിയോക്സിസ്, മാമൽസിലൊക്കെ കാണുന്നത് ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് ആണ് നടക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ക്ലീവേജിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്